അടുപ്പിലേക്ക് ഒരു കടായി വെച്ച് അതിലേക്ക് അല്പം വെളിച്ചെണ്ണ ഒഴിക്കാതെ ഇപ്പം കുറച്ച് മതി. ഇത് വെളിച്ചെണ്ണയൊക്കെ ഇതിന് വേണം, പക്ഷെ കുറച്ച് ഇപ്പം ഒഴിക്കുക. അതിലോട്ട് നമ്മുടെ പയറിടുക. ഇത് ഞാൻ പറയാൻ മറന്നുപോയതല്ല, ഇതിപ്പോൾ കാണിക്കാനായി. കണ്ടോ, കുറച്ച് ചുവന്നുള്ളി എന്നിട്ടൊന്നും ഇട്ടു ചതച്ചിടുക, ചതച്ചിടുക. പിന്നെന്തുവാ, ലേശം കുറച്ച് മതിയേ. ശരിക്കും ഇത് വാവിയിലൊക്കെ വേണ്ടതാണ്, പക്ഷെ പയറിനൊക്കെ വേവുള്ളൂ. കുറച്ച് വെള്ളം കുറച്ച് ഞാൻ ഒഴിച്ചിട്ടുണ്ടോ, കുറേയൊന്നും കോരി ഒഴിക്കരുത്. ഇതിൽ ഞാൻ എല്ലാം ഇട്ടിട്ടുണ്ട്, ഉപ്പിട്ടിട്ടുണ്ട്, മഞ്ഞളിട്ടിട്ടുണ്ട്, ബാക്കിയുള്ളതെല്ലാം ഇട്ടിട്ടുണ്ട് കേട്ടോ. എല്ലാം കൂടെ കൂട്ടി യോജിപ്പിച്ച് അടച്ച് വെച്ച് വേവിക്കുക. പയറ് മെഴുക്ക് വെച്ച് വെന്തോന്ന് നോക്കാം. വെള്ളമൊക്കെ വെച്ച് പയർ വെന്തെടുക്കാം. ഇനി ഞാൻ ഇതിലേക്ക് ഒഴിക്കുന്നില്ല. എന്താണെന്ന് അറിയാമോ, അല്പം കുരുമുളക് ഇതങ്ങോട്ട് ചേർക്കുക. പിന്നെ കറിവേപ്പില താരമായതുകൊണ്ട് മെഴുക്കുവരട്ടിയിൽ ഞാൻ ഇടുന്നതേ ഉള്ളേ. കാരണം ഇവിടെ പണ്ടൊക്കെ അമ്മച്ചി ഇവിടെ മെഴുക്കുവരട്ടിയിൽ നിൽക്കുമ്പോൾ ഈ കറിവേപ്പിലയൊന്നും ഇടാറില്ല കേട്ടോ. പയറ് മെഴുക്കുവരട്ടി എന്തായിരുന്നു തുറന്നു നോക്കാം. ഇതിലെ വെള്ളമൊക്കെ വയ്ക്കി പയറ് നല്ല മണം കണ്ടു കേട്ടോ. ഇനി ഇതിലോട്ട് ഞാനൊരു സാധനം ചേർക്കുവാണ്. എന്താണെന്നറിയാമോ, അല്പം കുരുമുളക്, കുറച്ച് ആവശ്യത്തിന് എണ്ണ ഒഴിച്ച് നല്ല വെള്ളം വരട്ടുക. ഇതിലോട്ടെ അല്പം കരിയാപ്പില ചേർക്കുക. സാധാരണ മെഴുക്ക് വരട്ടിക്കൊന്നും ആരും കരിയാപ്പില ചേർക്കാറില്ല, പക്ഷെ കറിവേപ്പില ഇപ്പോൾ താരമല്ലേ, ഞാൻ എല്ലാത്തിനും ചേർക്കും. പണ്ട് അമ്മച്ചിയൊന്നും ചേർക്കത്തില്ലായിരുന്നു കേട്ടോ. ഇവിടുത്തെ അമ്മച്ചിയൊന്നും, എൻ്റെ മമ്മിയും അമ്മച്ചിയൊന്നും ചേർക്കത്തില്ല. മെഴുക്ക് വരട്ടിയിലൊന്നും ഒരു കറിവേപ്പില ചേർക്കത്തില്ലായിരുന്നു. പക്ഷെ ഇപ്പോൾ താരമല്ലേ, നല്ലോണം വഴണ്ട് നല്ല എന്താ പറയുക, മൊരിഞ്ഞു വരണം കേട്ടോ. എൻ്റെ മെഴുക്ക് വരട്ടി കണ്ടോ. ഇതുപോലെ നിങ്ങളൊന്ന് ചെയ്ത് നോക്കണേ. നിങ്ങൾ ഈ കുരുമുളക് പൊടി ഇടുമോയെന്ന് എനിക്കറിയത്തില്ല, ഞാനിടും. പക്ഷെ ഇതിന് നല്ല ടേസ്റ്റ് കേട്ടോ, യാതൊരു സംശയമില്ല. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ. കറിവേപ്പിലയൊക്കെ ഇട്ട് ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. ഇത് നോക്കിക്കേ, എൻ്റെ പയർ മെഴുക്ക് വരട്ടി റെഡി. എല്ലാവരും ഇങ്ങനെ ഒന്ന് ചെയ്ത് നോക്കണേ.